എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാന്തമൂത്തടുത്ത് എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ സ്റ്റീൽ ഡോർ വെച്ചിട്ടുണ്ടോ? സ്റ്റീൽ ഡോർ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സ്റ്റീൽ ഡോറിൻ്റെ കീ നിങ്ങൾ റീസെറ്റ് ചെയ്തിട്ടുണ്ടോ? അതാണ് ഇന്നത്തെ പ്രധാന വിഷയം. സ്റ്റീൽ ഡോർ വെച്ച എല്ലാവരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കീ റീസെറ്റിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് കീ റീസെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ ഡോറ് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഫ്ലോറിങ്ങിൻ്റെ സമയത്താണ് ഡോർ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻറ്റീരിയർ വർക്ക് ഉണ്ടോ, പെയിൻറ്റിംഗ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ. അപ്പോൾ ഏകദേശം ഫ്ലോറിങ് ഡോറ് വെച്ചതിനും നമ്മൾ കയറി താമസത്തിനും ഇടയിൽ 2-3 മാസം ഗ്യാപ്പ് ഉണ്ടാവും. ഈ 3 മാസം നമ്മുടെ വീടിൻ്റെ മെയിൻ കീ ആരാണ് ഓപ്പറേറ്റ് ചെയ്യുക? ഞാൻ ചോദിക്കട്ടെ. അവിടുത്തെ വർക്കേഴ്സാണ്, സ്വാഭാവികമായിട്ടും അവരാണ് ഓപ്പറേറ്റ് ചെയ്യുക അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്കൊരു ചെറിയൊരു ചിന്ത വന്നേക്കാം, ഈ കീ എങ്ങാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളെ ഞാൻ കയറി താമസിച്ച് വന്നതിന് ശേഷം നമ്മുടെ വീട് തുറന്നുകൂടെ? എന്ത് സെക്യൂരിറ്റിയാണ് ഇതിനുള്ളത്? സ്വാഭാവികമായിട്ടും ആരും ചിന്തിച്ചേക്കാം. ഞാൻ പറയാം, എൻ്റെ 16 വർഷത്തെ, ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ ഷോപ്പിൽ തന്നെയാണ്. ഏകദേശം 16 വർഷമായിട്ട് സ്റ്റീൽ ഡോർ വിപണന രംഗത്ത് സജീവമായിട്ടുണ്ട്. എൻ്റെ കടയുടെ പേര് ജയൻ ഡോറൂസ് എന്നാണ്. ഫാദർ വടക്കൻ റോഡ്, മുണ്ടുപാലം, ശക്തൻ സ്റ്റാൻഡിന് അടുത്താണ് എൻ്റെ ഷോപ്പ്. ഞാൻ ചെയ്യുന്നത് പെട്രയും ക്യൂറാസും 2 ബ്രാൻഡാണ്. ഇത്രയും കാലത്തെ എൻ്റെ 16 വർഷത്തെ പരിചയത്തിനിടയിൽ ആരും തന്നെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ എല്ലാവരും മനസ്സിലും അങ്ങനെ ഒരു ആശങ്ക തീർച്ചയായിട്ടുണ്ടാവും. അതിനുള്ള പരിഹാരമാണ് കീ റീസെറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ കീ റീസെറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഈ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഡോറ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കവറിങ് ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ പൊടിയൊന്നും പെയിൻറ്റും കാര്യങ്ങളും തട്ടാണ്ടിരിക്കാൻ വേണ്ടി കമ്പനി തന്നെ പാക്ക് ചെയ്ത് വരുന്ന പ്ലാസ്റ്റിക് കോട്ടിങ്ങാണ്. അതിന് ഈ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അധികം കാലം അത് പൊളിക്കാതെ വെക്കാൻ പാടില്ല. ഒരു പരിധി വിട്ട് പൊളിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് ആ ഡോറിൻ്റെ പെയിൻറ്റും സ്റ്റിക്കായി കഴിഞ്ഞാൽ അത് പിന്നെ പറിച്ചാൽ കിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് പൊളിക്കാനുള്ള സംവിധാനമാണ്, അധികം നീട്ടിക്കൊണ്ടുവരുത്. അങ്ങനെ പറ്റിപ്പിടിച്ചാൽ കമ്പനി നിങ്ങൾക്ക്, ഞങ്ങളും നല്ല ഒരു ബ്രാൻഡും നിങ്ങൾക്ക് അതിൽ ആ പെയിൻറ്റിങ്ങിന് എന്തെങ്കിലും പറ്റുകയോ അല്ലെങ്കിൽ പൊളിക്കുകയോ പറ്റിപ്പിടിക്കുകയോ ചെയ്താൽ യാതൊരു കാര്യം തരില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നിങ്ങളെ അറിയിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ നമുക്ക് കീ കീ റീസെറ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വരും. അപ്പോൾ കീ സെറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചത് പെട്ടെന്ന് P20 എന്നുള്ള അതിമനോഹരമായ ഡോറാണ്. ഇതിൽ ഞാൻ എങ്ങനെയാണ് കീ റീസെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ആദ്യം കീ സെറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ആദ്യം ചെയ്യണമെന്ന് പറയും, നമ്മൾ ആദ്യം ഡോറ് തുറന്നു വയ്ക്കണം. ഡോറ് തുറന്നു വെക്കണമെന്ന കാര്യത്തിൽ മസ്റ്റാണ് കേട്ടോ. ഡോറ് തുറന്ന് ഇങ്ങനെ തന്നെ പിടിക്കുക. അതിനുശേഷം നമ്മുടെ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഈ കീ ഉണ്ടല്ലോ അത് ഊരിയെടുക്കുക. അതിനുശേഷം ഈ 2 കീ എന്ന് പറയുന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ പണിക്കാരുടെ അടുത്ത് കൊടുത്തിരുന്ന കീ ആണ്. ഇനി നമുക്ക് ഈ കീ വേണ്ട, ഈ കീ നമ്മൾ ഉപേക്ഷിക്കാൻ പോവുക. ഈ കീ ഉപേക്ഷിക്കണമെങ്കിൽ നമുക്ക് പകരത്തിൽ കിട്ടുന്ന കീ ആണ് ഈ പാക്കറ്റിലുള്ള കീ. ഈ കീ എന്ന് ഇതിലേക്ക് റീസെറ്റ് ചെയ്യുന്നോ അന്ന് ഈ 2 ചാവി അല്ലെങ്കിൽ ഇതിൻ്റെ വല്ല ഡ്യൂപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ പിന്നെ വർക്ക് ചെയ്യില്ല, ഇത് ഔട്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കീ റീസെറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഡോറ് തുറന്ന് പിടിച്ച് ഈ കീ ഇതിൽ വിടിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇത് പൊട്ടിച്ച് കളയണം. അല്ലെങ്കിൽ നമ്മൾ ബൈ മിസ്റ്റേക്ക് പഴയ കീയുടെ ഓർമ്മയിൽ ഇതന്നെ ഒന്ന് തുറക്കും, ഇതന്നെ ഒന്ന് തുറന്നുണ്ടാവുക, ഇത് കയറിയിൽ ഉടക്കും. അപ്പോൾ കയ്യോടെ ഇത് പൊട്ടിച്ച് കളയും, പിന്നെ നിൽക്കരുത്. കാരണം കീ യൂസ്ലെസ്സായി മാറിക്കഴിഞ്ഞു, ഈ കീ കൊണ്ട് യാതൊരു ഭാരമില്ല. അത് കഴിഞ്ഞ് നമ്മളിത് കളഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ പാക്കറ്റിലത്തെ കീ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ കീ എടുത്തു കഴിഞ്ഞാൽ ഇതിലത്തെ 3ാമത്തെ കീ ഉണ്ട്, അതാണ് ABC. മൂന്നാമത്തെ കീ C ആണ് ഇതിലത്തെ മാസ്റ്റർ കീ എന്ന് പറയുന്നത്. ചിലതിൽ മാസ്റ്റർ കീ അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല, കാരണം എന്തെങ്കിലും വെട്ടുകളോ കാര്യങ്ങളോ ഡോട്ടുകളോ വ്യത്യാസം ഉണ്ടോ, അതിൽ നമുക്ക് മാസ്റ്റർ കീ കണ്ടുപിടിക്കേണ്ടി വരും. ഇങ്ങനെ വെട്ടുകൾ ഒരേപോലെ ഇരിക്കുന്ന കീ ആണെങ്കിൽ അതിലത്തെ 3ാമത്തെ കീ ആണ് C എന്ന്, അതായത് 1, 2, 3 മൂന്നാമത്തെ മാസ്റ്റർ കീ നമ്മളിങ്ങനെ എടുക്കണം. അതിനുശേഷം ഈ കീ ഹൊറിസോണ്ടലി നമ്മൾ ഇതിലേക്ക് കിടത്താണ്. കിടത്തുമ്പോൾ സാധാരണ സ്ട്രെയിറ്റ് അല്ല കിടത്തുക, സ്വല്പം ഇതിലേക്ക് കിടത്തിയിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ കിടക്കും. ചിലപ്പോൾ ഡയറക്റ്റ് കിടക്കുമ്പോൾ ഈസി ആയിട്ട് കയറണം തരില്ല, സ്വല്പം സൈഡിലേക്ക് പിടിച്ചാൽ കിടത്തുക. അതിനുശേഷം ഈ താക്കോലിങ്ങനെ തുറന്ന് വെച്ചുകൊണ്ട് തന്നെ 1, 2, 3 ഓട്ടം സെറ്റാക്കി. അപ്പോൾ ഈ കീ ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഈ 5 കീയും ഇതിലേക്ക് സെറ്റായി. ബാക്കിൽ നമ്മൾ പഴയ കീ ആണ് ഇരിക്കണം കേട്ടോ. ആ പഴയ കീ സെറ്റാക്കിയില്ലെങ്കിൽ എന്താണ്ടാവുന്ന ഈ ഫ്രണ്ടിൽ കീയും ബാക്കിൽ പഴയ കീ ആവും, അത് നമുക്ക് പെടും. അതുകൊണ്ട് പലരും എന്താ ചെയ്യാന്ന് അറിയോ, ഫ്രണ്ട് അടയ്ക്കലൊക്കെ വല്ലപ്പോഴും ഇരിക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് ബാക്ക് കീ മാത്രം സെറ്റ് ചെയ്തിട്ട് പിന്നെ വല്ല കാലത്തും ഫ്രണ്ടിൽ അടയ്ക്കാൻ നോക്കുമ്പോൾ കീ കയറില്ല. അപ്പം ഞങ്ങളെ വിളിക്കും. എന്തുകൊണ്ടാണ് ഈ 2 സൈഡിലും സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ പ്രോബ്ലം വരുന്നത്. അതിനുശേഷം ഫ്രണ്ടിലത്തെ കീ നമ്മൾ 2 വട്ടം സെറ്റ് ചെയ്തു. ഇനി പുറകിലേക്ക് പോവാം. അതേ മാസ്റ്റർ കീ വെച്ചിട്ട് നമ്മൾ ബാക്കിലും അതുപോലെ തന്നെ ഇട്ടിട്ട് 2 വട്ടം ഉണ്ട്.
ഇതോടുകൂടി നമ്മുടെ കീ സെറ്റിംഗ് കഴിഞ്ഞു. ഇപ്പോൾ ഈ 5 കീ ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഏത് കീ ഇട്ടാലും അത് ഭംഗിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിന് എല്ലാ കീയും ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഇട്ട് നമുക്ക് പരീക്ഷിക്കാം. അപ്പം നമുക്ക് ഒരു ഉറപ്പ് കിട്ടി നമുക്ക് എല്ലാ കീയും റീസെറ്റ് ആയിരുന്നു. ഇത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇതിൻ്റെ മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പേടി ഉണ്ടാവില്ല. കാരണം ആ ഡ്യൂപ്ലിക്കേറ്റ് പണ്ടത്തെ താക്കോലെങ്ങാനും വല്ലൊരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കൊണ്ടുപോയി നമുക്ക് വീട് തുറക്കാൻ പറ്റില്ല. ഇനി ആ പേടി വേണ്ട. കാരണം ഈ പെട്ടി പാക്ക് പൊളിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ ഉടമസ്ഥനാണ്. ഈ ഉടമസ്ഥനെ അറിയാണ്ട് ഒരു താക്കോലും പുറത്തു പോകില്ല. അപ്പോൾ നിങ്ങൾക്ക് സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ഏത് ബ്രാൻഡ് എടുത്താലും സ്റ്റീൽ ഡോറുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.